بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1448 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒരു ചരിത്ര സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരായത്താണ്, അല്ലെങ്കിൽ ഒരു സൂറത്തുൽ അഹ്സാബിന്റെ ഒരു സുപ്രധാനമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ആയത്തുകളുടെ തുടക്കമാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ള 36-ാമത്തെ ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. സൈനബ് ബിൻത്ത് ജഹ്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകളിലായിട്ട് വിവരിക്കപ്പെടുന്നത്. 35-ാമത്തെ ആയത്തില് അതുവരെ നടന്നു വന്ന പ്രതിപാദനത്തിന്റെ തുടർച്ചയായിട്ട്, അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട്, സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ അവർക്ക് ദൈവിക പാപമോചനവും അതുപോലെ തന്നെ മഹത്തരമായ പ്രതിഫലമൊക്കെ ലഭിക്കുന്നതിന് അവരെ അർഹരാക്കി തീർക്കുന്ന 10 ഗുണവിശേഷണങ്ങൾ അല്ലാഹു പറയുകയുണ്ടായി. ആ 10 ഗുണവിശേഷണങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മഹത്തരമായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായത്. ആ വിശേഷണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെക്ക് ലിസ്റ്റ് ആണ് എന്നത് നമ്മൾ കാണുകയുണ്ടായി. ജീവിതത്തിൽ കൈവരിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ, വിശ്വാസമാർഗത്തിൽ ഓരോരുത്തരും ആർജിക്കേണ്ട ഗുണങ്ങൾ, ആ ഗുണങ്ങൾ ആർജിക്കുമ്പോൾ അവരെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന പേരുകളാണ് ആ ആയത്തിൽ പരാമർശിക്കപ്പെടുകയുണ്ടായത്. മുസ്ലിമൂൻ, മുഅ്മിനൂൻ, ഖാനിതൂൻ, സാദിഖൂൻ, സാബിറൂൻ, ഖാശിഊൻ, മുതസദ്ദിഖൂൻ, സായിമൂൻ, ഹാഫിളൂന അലാ ഫുറൂജിഹിം, അതുപോലെ വദ്ദാക്കിരീൻ എന്നീ പേരുകളാണ്, എന്നീ വിശേഷണങ്ങളാണ് അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായത്. ഈ സൂറത്തിലെ പ്രാധാന്യമുള്ള ഒരു പ്രതിപാദ്യം നമ്മൾ മനസ്സിലാക്കി. അഹ്സാബ് യുദ്ധത്തിനെയും ബനൂ ഖുറൈള ഉപരോധത്തെയും ഒക്കെ തുടർന്നുള്ള പശ്ചാത്തലത്തിൽ
ഇസ്ലാമിക സമൂഹത്തെ സാംസ്കാരികമായും ധാർമ്മികമായുമൊക്കെ ശുദ്ധീകരിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം തന്നെ, അല്ലെങ്കിൽ പത്നിമാരടങ്ങുന്ന അഹ്ലു ബൈത്തിനെ അതിന്റെ ഏറ്റവും നല്ല മാതൃകകളാക്കി മാറ്റുന്ന വിധത്തിൽ അവരിൽ നിന്ന് തന്നെ രജിസിനെ തുടച്ചു നീക്കുകയും അവരെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ഈ 36-ാമത്തെ ആയത്ത് വരുന്നത്. നമുക്ക് ആ ആയത്തിന്റെ സാരം ആദ്യം മനസ്സിലാക്കാം. അതിനെ തുടർന്ന് അതിന്റെ അവതരണ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട ചരിത്ര വിഷയങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹി. ഒരു വിധി പ്രസ്താവന നടത്തുകയാണ് അല്ലാഹു. ഒരു കാര്യത്തിലുള്ള ദൈവികമായ ഇച്ഛ എന്താണ് എന്നത് വെളിപ്പെടുത്തുകയാണ്. വമാ കാന ലിമുഅ്മിനിൻ, ഒരു വിശ്വാസിക്കും പാടുള്ളതല്ല, വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിനിക്കും പാടുള്ളതല്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും അവന്റെ ദൂതനും ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ, ഒരു ഖലാ നടത്തിയാൽ, ഒരു വിധി പ്രസ്താവന നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു തീരുമാനം അറിയിച്ചാൽ, അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹി, അവരുടെ കാര്യങ്ങളിൽ പിന്നെ അവർക്ക് വേറെ ഒരു താല്പര്യവും വേറെ ഒരു ചോയ്സും ഉണ്ടാവുക എന്നത്, അവർക്ക് മറ്റൊരു താല്പര്യം അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിയെയും വിശ്വാസിനിയെയും സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ അല്ലെങ്കിൽ ഭൂഷണമായ കാര്യമേ അല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നുവെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വഴികേടിലായിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആണ് അള്ളാഹു ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നത് ഹദീസുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായ പോലെയുള്ള വളരെ പ്രമുഖരായ സഹാബിമാർ ഇതിന് ഈ ആയത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു യോജിപ്പോടുകൂടി എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ ആയത്ത് അവതരിക്കുന്നത് സൈനബ് റളിയല്ലാഹു അൻഹായുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിലാണ്, ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയുടെ പുത്രിയാണ് സൈനബ് റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി അവരുടെ പേര് ഉമൈമ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് എന്നാണ്. അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു ഉമൈമ ബിൻതു അബ്ദുൽ മുത്തലിബ്. ഈ ഉമൈമയുടെ മകളാണ് സൈനബ്. സൈനബിന്റെ പിതാവിന്റെ പേര് ജഹ്ഷ് എന്നാണ്. സൈനബു ബിന്തു ജഹ്ഷ് എന്ന് അവർ വിളിക്കപ്പെടുന്ന അങ്ങനെയാണ്, സൈനബു ബിന്തു ജഹ്ഷ്. അപ്പൊ ഉമൈമയുടെയും ജഹ്ഷിന്റെയും പുത്രിയായ സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കസിനാണ്, പിതൃ സഹോദരി പുത്രിയാണ്. അവരെ വിവാഹപ്രായം എത്തിയ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്ന സയ്യിദ് ഇബ്നുൽ ഹാരിസ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ആ കാര്യം അവരോട് പറയുകയും ചെയ്തു. ഈ രണ്ട് ആളുകളുടെയും പശ്ചാത്തലം വളരെ വ്യത്യസ്തമായതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ഖുറൈശി കുടുംബത്തിലെ വളരെ കുലീനമായ പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ചില കാരണങ്ങളാൽ, ചരിത്രപരമായ ചില കാരണങ്ങളാൽ അടിമക്കമ്പോളത്തിൽ എത്തിപ്പെട്ട് ഖദീജ റളിയല്ലാഹു അൻഹാക്ക് അവരുടെ വളരെ അടുത്ത ബന്ധു ആയ ഒരു വ്യക്തി അടിമക്കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹം നടന്നതിനെ തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹ സയ്യിദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അദ്ദേഹത്തിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ദത്തുപുത്രനായി സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തില് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രൻ എന്ന നിലക്ക് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശം ഇക്കാര്യത്തിൽ വരികയും ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളോട് ചേർത്ത് പറയണം എന്ന നിർദ്ദേശം നമ്മൾ നേരത്തെ കണ്ടു. ആ നിർദ്ദേശം വന്നതിനെ തുടർന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ പിതാവായ ഹാരിസിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് സെയ്ദ് ഇബ്നുൽ ഹാരിസ് എന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ വലിയ ഒരു വൈകാരികമായ ഒരു ബന്ധം തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹം ശ്രദ്ധിക്കാനിടയായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത മതിപ്പായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവും അദ്ദേഹത്തിന്റെ സഹോദരനും നഷ്ടപ്പെട്ട തങ്ങളുടെ പുത്രനെ തേടി പല ഭാഗങ്ങളിലും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം മക്കയില് ഖുറൈശികളുടെ ഇടയിൽ ഉണ്ട് എന്നത് അറിയാൻ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മകനെ വിട്ടു തരണം, നഷ്ടപരിഹാരമായിട്ട് എന്ത് വേണമെങ്കിലും തന്നേക്കാം എന്നാണ് അവര് പറഞ്ഞത്. കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സെയ്ദ് ഇപ്പോ എന്റെ അടുക്കലാണുള്ളത്. സെയ്ദ് നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്ക് യാതൊരു നഷ്ടപരിഹാരവും തരേണ്ടതില്ല, നിങ്ങൾക്ക് അവനെയും കൂട്ടി പോകാം. എന്നാൽ സെയ്ദ് എന്നോടൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സെയ്ദിനെ നിർബന്ധിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായത്. അങ്ങനെ സെയ്ദിന്റെ പിതാവും പിതൃ സഹോദരനും ഒക്കെ പരമാവധി പ്രേരിപ്പിച്ചുകൊണ്ട് സെയ്ദിനോട് അവരുടെ കൂടെ നാട്ടിലേക്ക്, കുടുംബത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടുവെങ്കിലും സെയ്ദ് റളിയല്ലാഹു അൻഹു അതിന് കൂട്ടാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ കഴിയണം, അദ്ദേഹത്തിൽ ഞാൻ വിശിഷ്ടമായ പല ഗുണങ്ങളും കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തോടൊപ്പം കഴിയാനാണ് ഇഷ്ടം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് തുടർന്ന് കഴിഞ്ഞു പോരുകയുണ്ടായത്. മുതിർന്ന യുവാവായി മാറിയ ഘട്ടത്തില്
സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം കുടുംബത്തിലെ ഒരു യുവതിയെ, പിതൃ സഹോദരിയുടെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആലോചിക്കുകയാണ്. അവിടെ അടിമത്തത്തിന്റെയോ അല്ലെങ്കിൽ ദത്തുപുത്രൻ എന്നുള്ള നിലക്കുള്ള എന്തെങ്കിലും ഒരു വേർതിരിവിന്റെയോ ഒന്നും ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ യാത്രക്ക് പുറപ്പെടുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ നിഴലായി തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ദൗത്യ നിർവഹണത്തിന് വേണ്ടി പുറത്തൊക്കെ പോയി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്റെ കുടുംബത്തിലേക്ക് വീണ്ടും വന്നു ചേരുന്ന ഘട്ടത്തിൽ സ്വീകരിക്കാറുള്ളത് വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നൊക്കെ ചരിത്ര സ്രോതസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ, സാമൂഹ്യ ഉദ്ധാരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തിളക്കം മാറുന്ന ഒരു അടരായിട്ട് ഈ ഒരു ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുമായുള്ള ആ ബന്ധത്തിന്റെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൂടിയാണ് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗവുമായി അദ്ദേഹത്തെ വിവാഹം ബന്ധത്തിൽ കൊണ്ടുവരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. പക്ഷെ പല ഫാക്ടേഴ്സും വിവാഹ ബന്ധത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ ദീനിൽ അനുവദനീയമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും പല ഘടകങ്ങളും അത്തരം സംഗതികൾക്ക് ബാഹ്യമായ പല കാര്യങ്ങളൊക്കെ വിവാഹത്തില് ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഭാഗമായിട്ട് ഒരു മാനദണ്ഡമായിട്ടൊക്കെ മാറും. അത് ആർക്കും ആരുടെയും മേലെ അടിച്ചേൽപ്പിക്കുകയൊന്നും പ്രായോഗികമല്ല. നമുക്ക് വളരെ നല്ലത് എന്ന് തോന്നുന്ന ഒരു സംഗതി മറ്റൊരാൾക്ക് നല്ലതായിട്ട് തോന്നിക്കൊള്ളുന്നില്ല. വിവാഹ ബന്ധങ്ങളുടെ കാര്യം എങ്ങനെയാണല്ലോ, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ബന്ധം വേറൊരാൾക്ക് അത്രത്തോളം വലിയ സംഭവമായിട്ടൊന്നും തോന്നിക്കൊള്ളുന്നില്ല. മറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത, വേണ്ടത്ര തൃപ്തിയില്ലാത്ത ഒരാളെ മറ്റൊരാൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ സ്വീകരിക്കാൻ കഴിയുന്നതൊക്കെ ആ വിവാഹ ബന്ധത്തിൽ അടങ്ങിയിട്ടുള്ള മാനസിക പൊരുത്തത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു വിഷയമാണ്. എന്തായാലും അടിമകളായിരുന്ന അല്ലെങ്കിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെ സമൂഹത്തിന്റെ വളരെ മാന്യമായ പദവിയിലും സ്ഥാനത്തും ഒക്കെയുള്ള ആ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവരിക, അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി വളരെ ഡിഗ്നിറ്റിയുള്ള ആളുകളാക്കി മാറ്റുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് സ്വന്തം കുടുംബത്തിലെ തന്നെ ഒരംഗമായ പിതൃ സഹോദരി പുത്രിയായ സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം ആലോചിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിന് വേണ്ടി അങ്ങനെ ഒരു വിവാഹാലോചന നടത്തുകയുണ്ടായിരുന്നു. സൈനബ് ബിൻത് ജഹ്ഷിന് പക്ഷെ ആ ഒരു വിവാഹ ആശയം അത്രത്തോളം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവര് അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് അന ഖൈറും മിൻഹു നസബ, ഞാൻ കുടുംബപരമായിട്ട് അദ്ദേഹത്തെക്കാളും ഉയർന്നു നിൽക്കുന്ന ഉത്തമയായ ഒരാളല്ലേ, കുടുംബപരമായി ഗോത്രപരമായി അല്ലെങ്കിൽ വംശപരമായി ഞാൻ അദ്ദേഹത്തെക്കാളും ഉയർന്ന ആദരണീയമായ ഒരു തലത്തിലുള്ള ആളല്ലേ, അതുകൊണ്ട് ലാ അർലാഹു ലി നഫ്സി, എനിക്ക് വേണ്ടി എന്റെ ഭർത്താവാകുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ തൃപ്തിപ്പെടുന്നില്ല. വന ഐമു ഖുറൈശ്, ഞാൻ ഖുറൈശികളിൽപ്പെട്ട ഒരു യുവതിയല്ലേ എന്നാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തില്
ഈ വിവാഹ പ്രപ്പോസലിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. അതിലെന്തെങ്കിലും ഔദത്യമോ അഹന്തയോ ഒന്നും അടങ്ങിയിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണത്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, ഇപ്പോഴും നമ്മുടെ ഒക്കെ സമൂഹത്തിൽ ഇതുപോലെയുള്ള മാനദണ്ഡങ്ങൾ പലപ്പോഴും വിവാഹാന്വേഷണം വരുമ്പോ കടന്നു വരും. അതെല്ലാവർക്കും അറിയാം. സാമൂഹ്യമായ പദവിയും സ്ഥാനവും അല്ലെങ്കിൽ കുലപരമായ വംശപരമായ മഹിമയും ഒക്കെ തന്നെ ഒരു പരിഗണനീയമായ വിഷയമായിട്ട് തന്നെയാണ് വിവാഹാന്വേഷണങ്ങളുടെ ഘട്ടത്തിൽ നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതിന്റെ സ്വാഭാവികമായ നിലക്ക് തന്നെയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഇങ്ങനെ പ്രതികരിക്കുന്നത്. കുലപരമായി ഞാൻ അദ്ദേഹത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന ആളല്ലേ, ഞാനൊരു ഖുറൈശി യുവതിയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു വിവാഹം എന്നുള്ള നിലക്ക് എന്ന കാര്യത്തില് ഞാൻ അതത്ര തൃപ്തിപ്പെട്ടിട്ടില്ല എന്നാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഇക്കാര്യത്തിൽ പറയുകയുണ്ടായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർദ്ദേശം പിൻവലിക്കുകയുണ്ടായില്ല. ആ വിവാഹം നടക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്ന, താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ പ്രപ്പോസലിനോട് അങ്ങനെ വലിയ തൃപ്തിയൊന്നും കാണിക്കാത്ത വിധത്തിലാണ് സൈനബിന്റെ കുടുംബാംഗങ്ങളും പ്രതികരിക്കുകയുണ്ടായത്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ സൈനബിന്റെ സഹോദരൻ അബ്ദുല്ലാഹിബിന് ജഹ്ഷ് ഇതില് അതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ കുടുംബത്തിലെ വേറെ പലരും തന്നെ അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിലല്ല പ്രതികരിക്കുകയുണ്ടായത്. ഈ ഒരു ഘട്ടത്തിലാണ്, ഈ ഒരു വിഷയത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് അവതരിക്കുകയുണ്ടായത് എന്നതാണ് ഒരു യോജിപ്പോടുകൂടി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിൽ പറയുന്ന കാര്യം വമാകാന ലിമുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിനിക്കും ഭൂഷണമല്ല, ചേരുന്നതല്ല, അവരെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹുവും അവന്റെ ദൂതനും ഒരു കാര്യത്തിൽ ഒരു കൽപ്പന നടത്തിയാൽ, ഒരു വിധി നടത്തിയാൽ, ഒരു തീർപ്പ് കൽപ്പിച്ചാൽ, അയ്യകൂന ലഹുമുൽ ഖീറ, അക്കാര്യത്തിൽ അവർക്ക് വേറെ ഒരു താല്പര്യം ഉണ്ടാവുക എന്നത്, ഒരു ചോയ്സ് വ്യത്യസ്തമായത്, അവര് ഒരു മറ്റൊരു താല്പര്യം അവർക്കുണ്ടാവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യോജിച്ച ഒരു കാര്യമല്ല, പാടുള്ളതല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അള്ളാഹുവും അവന്റെ ദൂതനും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും അവകാശമില്ല എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ പൊതുവായ വിഷയങ്ങളിലാണ്, ഒരു വ്യക്തിയുടെ കാര്യത്തില് ഇന്നത് പാടുണ്ട് പാടില്ല എന്ന നിലക്ക് അള്ളാഹു അങ്ങനെ ഒരു വിധി പ്രസ്താവന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അടിസ്ഥാനപരമായ തത്വമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഏത് കാര്യത്തിലും ഒരാള് മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിമത്താണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അയാളുടെ സ്വാതന്ത്ര്യം, അയാളുടെ സ്വേച്ഛ, അയാളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ തന്നെയും അള്ളാഹുവിന് സമർപ്പിക്കുന്നതോടുകൂടിയാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത്. ഒരു വിഷയത്തില് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു താല്പര്യം അള്ളാഹുവിന് വേണ്ടി ബലി കഴിക്കുക എന്നതാണ് മുസ്ലിം ആവുക എന്നതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെ. സാധാരണഗതിയിൽ അത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യവുമായി സംഘർഷപ്പെടുന്ന ഒരു സംഗതി ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് അള്ളാഹുവും അവന്റെ ദൂതനും ഒരു പ്രത്യേകമായ കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് അവർക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നേ ഇല്ല. ഇതാണ് വിഷയം. ആ ഘട്ടത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നതും ഇത് തന്നെ പറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ
അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ആ പ്രപ്പോസൽ അവര് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിന് ജഹ്ഷും സൈനബിന്റെ വളരെ അടുത്ത ബന്ധുക്കളായ ആളുകളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ആ കാര്യം, ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സെയ്ദുമായുള്ള വിവാഹത്തിന് സന്നദ്ധരാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നത്. പക്ഷെ ഉദ്ദേശിച്ച വിധത്തില് ആ ബന്ധം തൃപ്തികരമായ ഒരു സംഗതിയായിട്ട്, ഒരു ബന്ധമായിട്ട് നടപ്പിലാവുകയുണ്ടായില്ല. അതില് വിവാഹ ബന്ധം സ്ഥാപിതമായതിനു ശേഷവും പല വിധത്തിലുള്ള അസംതൃപ്തികളും ഉടലെടുക്കുകയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സൈനബ് ബിന്ത് ജഹ്ഷിനെ തന്റെ ഭാര്യയായി കൂട്ടിയിണക്കി കൂടെ കൊണ്ട് നടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യുകയാണ്. സൈനബ് തനിക്ക് പൂർണ്ണമായിട്ട് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് വിധേയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ നിലക്ക് അവർക്ക് പെരുമാറാൻ കഴിയുന്നില്ല എന്നൊരു വിഷയം ഒരു സങ്കീർണമായ ഒരു പ്രശ്നമായിട്ട് രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ സൈനബുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നത്. ആ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അത് പ്രയാസകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് പിന്നീട് അത് സംബന്ധമായ നടപടികൾ ഉണ്ടാവുന്ന സംഗതിയൊക്കെ തന്നെ. ഇവിടെ അതിന്റെ തുടക്കത്തില് സെയ്ദുമായുള്ള വിവാഹത്തിന് താല്പര്യം കാണിക്കാതിരുന്ന ഘട്ടത്തിൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും നൽകിയിട്ടുള്ള ഒരു തീർപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, അത് അംഗീകരിക്കാതെ സ്വന്തം താല്പര്യം അല്ലെങ്കിൽ അതില് സ്വതന്ത്രമായ വ്യത്യസ്തമായ ഒരു നിലപാട് വേണമെന്ന് വാശി പിടിക്കുക എന്നത് വിശ്വാസിയായ ഒരാൾക്കും വിശ്വാസിനിയായ ഒരാൾക്കും തന്നെ ഭൂഷണമായ കാര്യമല്ല, പാടുള്ളതല്ല എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ആത്യന്തികമായിട്ട് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വം പഠിപ്പിക്കൽ കൂടിയാണ്. ഒരാൾ മുസ്ലിമത്താവുന്നത് അല്ലെങ്കിൽ മുസ്ലിം ആവുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും വിധി തീർപ്പുകള് ഏത് കാര്യത്തിലും തൃപ്തികരമാവുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ അവര് മുസ്ലിം അല്ലാതായി മാറുന്നു എന്നതാണ് അതിന്റെ ഒരു ഭവിഷ്യത്ത്. അപ്പൊ ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് ഫലപ്രദമാവാതെ വരുന്ന ഒരു കാര്യം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില വിശദാംശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിലെ അസ്വസ്ഥത നീങ്ങും. അപ്പൊ ഈ ആയത്തില് ഞാൻ അതിന്റെ തുടർന്നുള്ള ആയത്തുകൾ ഇപ്പോൾ പാരായണം ചെയ്യാതിരുന്നതാണ്, അത്രയും വിശദീകരിക്കാൻ നമുക്ക് സമയം ലഭിക്കുകയില്ല എന്നതുകൊണ്ട്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഭൂഷണമായതല്ല, യോജിച്ചതല്ല, അല്ലെങ്കിൽ പാടുള്ളതല്ല അള്ളാഹുവും അവന്റെ ദൂതനും ഒരു തീർപ്പ് കൽപ്പിച്ചാൽ, ഒരു വിഷയത്തില് ഒരു നിർദ്ദേശം നൽകിയാൽ അക്കാര്യത്തില് അവർക്ക് വേറെ ഒരു താല്പര്യവും വേറെ ഒരു ഇഷ്ടവും ഉണ്ടാവുക എന്നത് പാടുള്ളതല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. വമയ്യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിക്കുന്നുവെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീന, അവര് സ്പഷ്ടമായും വഴികേടിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ഇതിലുണ്ടാവും. ഇതൊരു പ്രത്യേക കേസാണ്. ഒരു പ്രത്യേക താല്പര്യത്തിലുമാണ് അള്ളാഹു ഇങ്ങനെ ഒരു സംഭവം നടപ്പാക്കുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും.
നൂറ്റാണ്ടുകളായിട്ട് അറേബ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാഹിലിയത്തിന്റെ ഭാഗമായുള്ള ഒരു സംഗതിയാണ് ദത്തുപുത്രന്മാരെയും പുത്രിമാരെയും സ്വന്തം രക്തബന്ധത്തിലുള്ള പുത്രന്മാരെയും പുത്രിമാരെയും പോലെ കാണുകയും ആ നിലക്കുള്ള സാമൂഹ്യ കുടുംബപരമായ അതുപോലെ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അത് തീർത്തും ദൈവിക മതത്തിനോട് യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ് എന്നതിനാൽ തന്നെ ആ സാമൂഹ്യ അനാചാരം അവസാനിപ്പിക്കുക എന്നത് ഇസ്ലാമിന്റെ തീരുമാനങ്ങളിൽ, അള്ളാഹുവിന്റെ ഇത് സംബന്ധമായ തീരുമാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു പ്രത്യേക സംഭവത്തിലെ നടപടിയായിക്കൊണ്ട് തന്നെ നടപ്പിലാക്കിക്കൊണ്ട് അള്ളാഹു ഈ വിഷയത്തില് ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ധാരണ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഈ ഒരു നടപടിയിലൂടെ അള്ളാഹു സാഹചര്യമൊരുക്കുകയാണ് എന്നതാണ് ഇത് സംബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. സൈനബ് ബിന്ത് ജഹ്ഷിനോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ ഒന്നും തന്നെ ഈ ഒരു ആയത്ത് അവതരിച്ചതിന് ശേഷം സെയ്ദുമായുള്ള വിവാഹം നടക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അവരാരും എതിർപ്പ് പറയുകയുണ്ടായില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും ഈ ഖലാഇല് അവര് പൂർണ്ണമായ തൃപ്തിയോടുകൂടി അതിന് വിധേയപ്പെടുക എന്ന ഒരു കാര്യമാണ് അവര് ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ നമ്മള് ഈ തൊട്ടു മുമ്പുള്ള ആയത്തില് പരാമർശിക്കപ്പെട്ട 10 ഗുണവിശേഷണങ്ങളുള്ള സത്യവിശ്വാസികളുടെ ഖാനിത്തുകളായിക്കൊണ്ട് തന്നെ നിലകൊള്ളുന്ന സത്യവിശ്വാസികളുടെ ആ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവര് ആ സമ്മതവും തൃപ്തിയും ഒക്കെ രേഖപ്പെടുത്തുന്നതും ആ വിവാഹം നടക്കുന്നതും ഒക്കെ. സെയ്ദ് റളിയല്ലാഹു അൻഹു സാമ്പത്തികമായ പരാധീനതകളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു ആ ഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗമായിട്ട് ജീവിക്കുന്ന അദ്ദേഹത്തിന് സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖാദിമായി കൊണ്ടുകൂടിയാണ് ആ കുടുംബത്തില് സെയ്ദ് റളിയല്ലാഹു അൻഹു കഴിയുന്നുണ്ടായിരുന്നത്. സൈനബിനെ വിവാഹം ചെയ്യാൻ വേണ്ടി ആവശ്യമായ മഹറോ സാമ്പത്തിക ശേഷിയൊന്നും അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ ആവശ്യത്തിനായിട്ട് അദ്ദേഹത്തിന് 10 ദീനാറും 60 ദിർഹമും നൽകിയതും കല്യാണ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തതും അതുപോലെ ചില വീട്ട് ആവശ്യത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ തന്നെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പാറ്റർനേജിലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ വിവാഹത്തിലേക്ക് നീങ്ങുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവര് തമ്മില് വ്യക്തിപരമായുള്ള അവരുടെ മാനസിക പൊരുത്തം സംഭവിക്കാതെ പോവുകയാണ്. അപ്പോ ഇതിന്റെ തുടർന്നുള്ള സംഭവങ്ങൾ കൂടി അതിനോട് ചേർത്ത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ വിഷയം അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. അതുകൊണ്ട് എന്തൊക്കെ തന്നെ അസ്വസ്ഥതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും ഈ തുടർന്നുള്ള ഏതാനും ആയത്തുകൾ കൂടി പഠന വിധേയമാക്കാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ സംഗതികൾ കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ശരിയായ താല്പര്യവും സൂചനകളും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.